ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് പോകുന്നത്. ഇന്നലത്തെ യാത്രാക്ഷീണവും പിന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അഗോഡ ഫോർട്ടിലേക്കാണ് കേട്ടോ. 5:30 ശേഷം ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 5:30 മുൻപ് ഞങ്ങൾ എത്തി. പ്രതിയേട്ടൻ ഓഫീസിൽ പോയത് കൊണ്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് കേട്ടോ വന്നത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു പുരാതനമായിട്ടുള്ള കോട്ടയാണ് കേട്ടോ ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. ഗോവയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ അഗോഡ ഫോർട്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമായിരിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടലിന്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് നമ്മൾ കയറി വന്നേ. ഇവിടെ നിന്ന് ഞങ്ങളും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പ്രത്യേകിച്ച് അമ്മൂൻ്റെയും ഷെയ്ത്തിൻ്റെയും. ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് കേട്ടോ ലൈറ്റ് ഹൗസ്. ഇവിടുത്തെ സൺസെറ്റ് കാണാനാണ് കേട്ടോ കൂടുതൽ പേര് ഇവിടേക്ക് വരുന്നത്. ഇതേ അവരിവിടെ ഫോട്ടോ സെക്ഷനൊക്കെ തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ കല്ലിൻ്റെ ഒരു റീലൊക്കെ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ, പക്ഷെ അത് ഫ്ലോപ്പായി പോയി. കുറേ പേരൊക്കെ ഇവിടെ നിന്ന് പോയി തുടങ്ങിട്ടോ. ഇനി കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിന്റെ മറ്റൊരു എൻഡിലേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാലും നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഫോർട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിതേ ഇവിടേക്കൊക്കെയാണ് കൊണ്ടുവരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മുൻപ് ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് കയറിയില്ല. നമ്മളും ഇപ്പോൾ അതേ തിരിച്ചു വരികയാണ് കേട്ടോ. എന്നിട്ട് താഴേക്ക് ഇറങ്ങി ഞങ്ങൾ. ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ പറയാനുണ്ട്. Downstairs also something.
ലൈറ്റ് ഹൗസിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പുറത്തേക്ക് കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരുപാട് ബീച്ചുകൾ, പിന്നെ ഓൾഡ് ഗോവയിലുള്ള ചർച്ചുകൾ, അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഓൾഡ് ഗോവയിൽ നമ്മൾ അടുത്ത ദിവസം പോകാനിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കലു കലു ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ നേരത്തെ മീതേക്ക് കയറിയത്. ഇതിലൂടെയാണ് തിരിച്ചു വന്നത്. ഇവിടെ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. No. കല്ലൂര് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഷിജിത്തതെ തോളിലെത്തി കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടുന്ന് ഏട്ടനെയും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ബാഗ ബീച്ചിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ അതേ നമ്മൾ ഏട്ടനെയും കൂട്ടി KFCയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. കേറിക്കും ഈ കേറിക്കും. അതിനെ കഥ അടുത്തടുത്തടുത്തടുത്ത് റെഡി. കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും നേരെ ഒരുപാടായിട്ടോ. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ മാറ്റി. അമ്മേ ദൂക്ക് ദൂക്ക് കല്ലിങ്ങോട്ട് വാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അടുത്ത ദിവസം ദൂദ്സാഗറിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ നേരത്തെ തന്നെ ഇറങ്ങാനുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ വൈകിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.